സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൻ്റെ ഗ്ലോറിയായുടെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ സുവിശേഷത്തിൽ ഈശോയുടെ പിറവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തികളെ ധ്യാനിച്ച്, അതിൽ ആദ്യം സ്നാപക യോഹന്നാനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു ആദ്യത്തെ ദിവസം. 2-ാം ദിവസം യൗസേ പിതാവിനെക്കുറിച്ച് ധ്യാനിച്ചു. 3-ാം നാൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിച്ചു. ഓരോ ദിവസവും അവരുടെ ജീവിതത്തിൽ നിന്ന് 2-3 കാര്യങ്ങളെടുത്ത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയത്. ഇന്ന് ഞാൻ ഈ ദിവസങ്ങളിലൊന്ന് സൂചിപ്പിച്ചായിരുന്നു, നമ്മളൊരു ദിവസം ബൈബിളിൽ ഒരു ടെക്സ്റ്റ് വെച്ച് ഈശോയുടെ പിറവിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം എടുത്തു വെച്ച് അതിനകത്തെ വാക്കുകളെ കണ്ട് മനസ്സിലാക്കി അത് ധ്യാനിച്ച് ഒരു ദിവസത്തെ ധ്യാനം അങ്ങനെയായിരിക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഇന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുകയാണ്. എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടാകണം. ഒരു വീട്ടിൽ 3 പേര് കേൾക്കുന്നുണ്ടെങ്കിൽ 3 പേരുടെ കയ്യിലും ബൈബിൾ ഉണ്ടാകുക എളുപ്പമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരാളുടെ എങ്കിലും കയ്യിൽ ബൈബിൾ ഉണ്ടാകണം. ഒരു പേനയും കയ്യിലുണ്ടാകണം. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. എന്തിനാന്ന് വെച്ചാൽ ഇത് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ആ വാക്കുകൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആ വാക്കുകൾ നിങ്ങളോട് സംസാരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇത് ജ്ഞാനികളുടെ സന്ദർശനമാണ്. കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാരുടെ ഹോളി മജായി അവരുടെ സന്ദർശനമാണ്. ഈശോയെ കാണാൻ വേണ്ടിയിട്ട് അവർ യാത്ര ചെയ്ത് അവൻ്റെ ഭവനത്തിൽ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൂടെ നമ്മളൊരു 3-4 കാര്യങ്ങളായിട്ട് പല അടരുകളായിട്ടാണ് ഇതൊരു ഒരു പ്രഭാഷണമല്ല. നമ്മൾ വചനത്തെ എടുത്ത് നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ്, പഠിക്കാൻ പോവാണ്. ഇതിലൊന്നാമത്തത് ഓരോന്നായിട്ട് തുടങ്ങാം അല്ലേ? അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് വേണം. ഞാൻ പറഞ്ഞു ഒരു വചനപ്രഘോഷണത്തിൻ്റെ മട്ടും ഭാവവും അതിൻ്റെ ഭംഗിയോ അട്രാക്ഷനോ ഒന്നും ചിലപ്പോൾ ഇതിൽ കാണാൻ വഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ ഇത് മനസ്സിലാക്കത്തുള്ളൂ. പക്ഷെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെട്ടം കിട്ടും, എനിക്ക് ഉറപ്പാണ്. ശ്രദ്ധിച്ചിരുന്നാൽ. ഒന്നാമത്തത്, ഈ ജ്ഞാനികൾ അവർ ദൈവത്തെ അല്ലെങ്കിൽ ഈ പിറന്നു വീണ രാജാവിനെ അന്വേഷിച്ചു എന്നൊരു വാക്കുണ്ട്. അത് 2-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. അന്വേഷിച്ചു. എന്താ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം? നമ്മളിലൊക്കെ നിരന്തരമായ ഒരു ദൈവാന്വേഷണം നടക്കണം. ഇത് പ്രത്യേകം ഓർത്ത് കുറിച്ചിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചോ. നമ്മളിലൊക്കെ നിരന്തരമായൊരു ദൈവാന്വേഷണം നടക്കണം. നമുക്കെന്താ പറ്റിയിരിക്കുന്നത്? നമ്മൾ പിറന്നു വീണപ്പോൾ നമ്മുടെ അപ്പനും അമ്മയും വല്യമ്മ അപ്പാപ്പൻ അമ്മാമ്മ അവർ നമ്മളെ കുരിശ് വരയ്ക്കാനൊക്കെ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമ്മയൊക്കെ ചൊല്ലിച്ചു. അതൊക്കെ പഠിച്ചു. പിന്നെ സൺഡേ സ്കൂളിൽ വിട്ടു. നമ്മൾ 10-12 വർഷം സൺഡേ സ്കൂളിൽ ടെക്സ്റ്റ് പഠിച്ചു, സ്ഥിരമായിട്ട് പള്ളിയിൽ പോയി പഠിച്ചു. ഈ പഠിച്ചതൊക്കെ നമ്മുടെ തലയിലുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, അത് കഴിഞ്ഞിട്ട് നീ മുന്നോട്ടുള്ള വളർച്ചയുടെ കാലത്ത് നീ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? ഒരു ദൈവാന്വേഷകനാണോ? അപ്പം നമ്മൾ പറയും, അച്ചോ ദൈവത്തെ ഒഴിച്ച് ബാക്കി എല്ലാം അന്വേഷിക്കുന്നുണ്ട്. അതാ സത്യം. ദൈവത്തെ ഒഴിച്ച് ബാക്കി എല്ലാം അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ ജോലി അന്വേഷിക്കുന്നു, വീട് വെക്കാൻ സ്ഥലം അന്വേഷിക്കുന്നു, ഇനി പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടാണെന്ന് അന്വേഷിക്കുന്നു, ജീവിത പങ്കാളിയെ അന്വേഷിക്കുന്നു, എല്ലാം അന്വേഷിക്കുന്നുണ്ട്. ചോദ്യം, നീ ഒരു ദൈവാന്വേഷകനാണോ? ഈ ക്രിസ്മസ് ധ്യാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിൽ നിരന്തരമായൊരു ദൈവാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കണം. ഒരു ആഗ്രഹമാണ് കർത്താവിനെ കൂടുതൽ അറിയണം. ഇടയ്ക്ക് ചോദ്യം ചോദിക്കണം, ഇത് ഉള്ളതാണോ ചോദിക്കണം, എന്നിട്ട് വീണ്ടും അന്വേഷിക്കണം. അത് വരുമ്പോണ്ടല്ലോ, ഇത് നമ്മുടെ തലയിൽ എപ്പോഴും ഉണ്ട്. ദൈവം എപ്പോഴും കൂടെയുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും കൂടെയുണ്ട്. മറ്റത് കിട്ടിയതും കൊണ്ടൊക്കെ അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് അന്ന് പഠിച്ച പാഠപുസ്തകത്തിലെ കുറച്ച് അറിവുകളും കൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് മരണം വരെ അങ്ങ് ജീവിച്ചു പോവാണ്. പിന്നൊരു ദൈവാന്വേഷണമൊന്നും നമ്മളിൽ ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് അന്വേഷിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ വരെ ഉണ്ട്, എല്ലാം വേണം. പക്ഷേ ദൈവാന്വേഷണം ഒന്നാമത്. 2-ാമത്, ഈ ദൈവാന്വേഷണത്തിൻ്റെ വഴിയിൽ ഈ ജ്ഞാനികൾക്ക് തുണയായത് എന്താണ്? നക്ഷത്രം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ടെക്സ്റ്റ് വെച്ച് നമ്മൾ കൊച്ചു കാര്യങ്ങൾ ഓരോ അണ്ടരായിട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഹോൾ സ്റ്റോറി നിങ്ങൾക്ക് തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ വേറെ ആളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഒന്നാമത് ദൈവാന്വേഷകരാകണം നമ്മൾ. 2, അവരെ വഴി കാട്ടിയതൊരു നക്ഷത്രമാണ്. നമുക്കുള്ള തിരിച്ചറിവ് എന്താണെന്നറിയാമോ? നമുക്കൊക്കെ വഴി കാണിക്കാൻ ഒരു നക്ഷത്രം വേണം. ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു ചിന്തയിൽ നമുക്കാരും വേണ്ട.
നമുക്കാരും വേണ്ട. എന്ന് വെച്ചാൽ എങ്ങനെയാ? അതായത് എനിക്ക് കർത്താവിനെ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം, എനിക്കിപ്പോൾ ആരുടെ സഹായം വേണ്ട. എൻ്റെ പൊന്നു കുഞ്ഞെ, കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ വൈസ് മെൻ എന്ന് വിളിക്കപ്പെട്ടവർക്ക് പോലും കർത്താവിൻ്റെ സമീപത്തെത്താൻ ഒരു നക്ഷത്രം വേണ്ടി വന്നു. അപ്പൊ പിന്നെയാണോ വിവരമില്ലാത്ത നമുക്ക് നക്ഷത്രങ്ങളെ ആവശ്യമുണ്ടെന്നേ, വഴികാട്ടികളെ ആവശ്യമുണ്ട്. അതൊരു ഭയങ്കര എളിമ വേണം. ഇന്ന് അതേ ഇല്ലാത്ത, അതിൻ്റെ പ്രശ്നമാണ്. നമുക്ക് മറ്റൊരാളുടെ മുമ്പിൽ എളിമപ്പെട്ട് എന്നെ ഒന്ന് ഈശോയിലേക്ക് നയിക്കാവോ എന്ന് നമുക്ക് പറ്റില്ല. നമുക്കാരുടെയും പുറകെ നടക്കാൻ വയ്യ. ഫിലോസഫി അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരുന്ന പോലെ, നീ എൻ്റെ മുന്നേ നടക്കരുത്, നീ എൻ്റെ പുറകെ നടക്കരുത്, കൂടെ നടന്നാൽ മതി. ആരുടെയും പുറകെ നടക്കാൻ നമുക്ക് വയ്യ. നക്ഷത്രങ്ങളെ വേണം. പക്ഷെ ഇന്നത്തെ കാലത്തിൻ്റെ അപകടം, ഇത് നക്ഷത്രങ്ങളെ തല്ലിക്കെടുത്തുന്ന കാലമാണ്. നക്ഷത്രങ്ങളെ കല്ലെറിഞ്ഞ് താഴത്ത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എറിഞ്ഞിടുന്ന കാലമാണിത്. ഇത് പലർക്കും ഇത് ആഗ്രഹമുണ്ട്. എന്ത്? നക്ഷത്രങ്ങളില്ലാതായാൽ വെട്ടം കെടുമല്ലോ, പിന്നെ ഇരുട്ടിൻ്റെ പ്രവർത്തികളിൽ വ്യാപരിക്കാമല്ലോ. അതുകൊണ്ട് ഒരു ഹിഡൻ അജണ്ടയോടുകൂടി ആരൊക്കെ കൂടി നക്ഷത്രങ്ങളെ കല്ലെറിയുമ്പോൾ, അത് വഴികാട്ടുന്ന ഗുരുക്കന്മാരാകാം, അപ്പനമ്മമാരാകാം, വൈദികരാകാം, ആരുമാകാം. നമ്മുടെ കാലത്ത് നമ്മളെ വഴികാട്ടാൻ വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്നവരെ കല്ലെറിഞ്ഞ് താഴെയിടാൻ നോക്കുമ്പോൾ അതിന് കൂട്ടുനിന്ന് കൊടുക്കരുത്. കാരണം ഇതിനകത്ത് നടപ്പിലാകുന്നത് ഒരു ഹിഡൻ അജണ്ടയാണെന്ന് തിരിച്ചറിയുക. ഇരുട്ട് വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഉദ്ദേശമാണിത്, അവരുടെ പ്രവൃത്തിയാണിത്. നക്ഷത്രങ്ങളെ വേണം, നമുക്ക് നക്ഷത്രങ്ങളെ വേണം. നക്ഷത്രങ്ങളെ കല്ലെറിയരുത്, ഇരുട്ടിലായിപ്പോവും നമ്മൾ. നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ചിന്ത, ആർക്കെങ്കിലുമൊക്കെ ഒരു നക്ഷത്രമായിട്ട് തെളിയണം നീ കേട്ടോ. അതായത് 60, 70, 80 വർഷമൊക്കെ ഭൂമിയിൽ ആയുസ് കിട്ടിയിട്ടില്ലേ, ജീവിക്കുന്നില്ലേ, ഇത്രയും കാലമൊക്കെ ആരോഗ്യത്തോടെ ജീവിച്ചില്ലേ, ഇന്നോളം എൻ്റെ കുഞ്ഞേ, നീ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു നക്ഷത്രമായി തെളിഞ്ഞിട്ടുണ്ടോ? ആരെയെങ്കിലും ഈശോയിലേക്കൊന്ന് വഴി കാട്ടിയിട്ടുണ്ടോ? നീ ഇത്രയും കാലം ജീവിച്ചിട്ട് ഒരാളോട് ഈശോയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? നീ പ്രസംഗവേദിയിലല്ല, ഇത് എളുപ്പമാണ് മൈക്കിൽ കൂടെ പറയാൻ വേണ്ടി. നിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരാളോട്, പരിചയമില്ലാത്ത ഒരാളോട് വിശേഷമൊക്കെ ചോദിച്ചിട്ട് ഈശോയെക്കുറിച്ചൊരു വാക്ക് പറയാനുള്ള കെൽപ്പുണ്ടോ? ഒരാളുടെയെങ്കിലുമൊക്കെ വഴിയിൽ നക്ഷത്രമായി തെളിയണം. അപ്പോൾ ജ്ഞാനികളെ വഴി കാട്ടിയതൊരു നക്ഷത്രമാണ്. നമ്മൾ 3 കാര്യങ്ങൾ നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിച്ചു. എന്താണത്? ഒന്നാമത്തത്, നക്ഷത്രങ്ങളെ ആവശ്യമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. ഒരു സ്പിരിച്വൽ ഫാദർ, ഒരു ഗൈഡ്, ഒരു ഗുരു എല്ലാവർക്കും വേണമെന്നേ, വേണം. 2, നക്ഷത്രങ്ങളെ തല്ലിക്കെടുത്തി കളയരുത്, ഇരുട്ടിലായി പോകും നമ്മൾ. 3, നക്ഷത്രമായി തെളിയണം ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ. എന്നിട്ട് അപ്പോൾ നമ്മൾ റിവിഷനാണ്, പിന്നെയും ഇടയ്ക്ക് പുറകോട്ട് പോകുന്നത് അവിടുന്ന് പിന്നെയും പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. ദൈവാന്വേഷകരാണ്. ആ ദൈവാന്വേഷണത്തിൻ്റെ വഴിയിൽ അവർക്കൊരു നക്ഷത്രം തെളിഞ്ഞു. നക്ഷത്രം കണ്ടവർ നടക്കുന്ന വഴിക്ക് പറ്റിയൊരു അപകടം എന്താണെന്നറിയാമോ? ഇവർ തേടുന്നത് ഒരു രാജാവിനെയാണ്. ദൈവപുത്രൻ രാജാവായി പിറന്നവനെ തേടി വരികയാണ്. സ്വാഭാവികമായും ഒരു പ്രലോഭനമുണ്ടായി, ഒരു വഴിതെറ്റൽ സംഭവിച്ചു. എവിടെ ചെന്ന് കയറി? അവര് ഹെറോദോസിന്റെ കൊട്ടാരത്തിൽ ചെന്ന് കയറി. നമുക്കും പറ്റും. ദൈവാന്വേഷണത്തിന്റെ വഴിയിൽ ഇത്തരമൊരു പ്രലോഭനവും അപകടവും പതിയിരിപ്പുണ്ട്. എന്താ കാര്യം? നമുക്ക് ചില മുൻധാരണകളുണ്ട്. ഞാൻ ദൈവവിശ്വാസിയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ദൈവം ഇങ്ങനെയൊക്കെയാണ്. അതായത് ഇതിനെയാണ് പറയുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയും. പ്രോസ്പെരിറ്റി ഗോസ്പൽ എല്ലാം അത് ഇവർ നോക്കുമ്പോൾ കൊള്ളാം, ഇവിടെ കർത്താവിന് പിറക്കാൻ പറ്റിയ സ്ഥലമാണ്, നല്ല സ്വർണ്ണ തിളക്കമുള്ള ഒരു കൊട്ടാരം. ഒരു മിസ്ലീഡ് ചെയ്യപ്പെട്ടു. അവിടെ ചെന്ന് കയറിക്കൊടുത്തു. നമ്മളിപ്പോൾ ചോദിക്കേണ്ടത്, എൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ യാത്രയിൽ ഞാൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഏതെങ്കിലുമൊക്കെ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ അഭയം കണ്ടെത്തിയിട്ട് ആ സുഖശീതളമയിൽ അങ്ങനെ രമിച്ചിരിക്കുകയാണോ? അരുത്. ഇവർക്കും മണ്ടത്തരം പറ്റിപ്പോയി, ജ്ഞാനികൾക്ക് മണ്ടത്തരം പറ്റിപ്പോയി. പക്ഷെ വൺസ് അവർ തിരിച്ചറിയുകയാണ്, ഞങ്ങൾ തെറ്റായ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നമ്മൾ പിള്ളേരൊക്കെ പറയുന്ന പോലെ അവിടുന്ന് നൈസായിട്ട് അവർ സ്കൂട്ടാകുന്നുണ്ട്. അങ്ങനെ തെറ്റായ സ്ഥലത്താണ് വന്ന് ചെന്ന് പെട്ടിരിക്കുന്നതെങ്കിൽ അവിടുന്ന് ഇറങ്ങിപ്പോരാനുള്ള ആർജവത്വം കാണിച്ചേക്കണേ. അല്ലെങ്കിൽ ഇതുവരെ നടത്തിയ യാത്രയും ഇതുവരെ വഴിതെളിച്ച നക്ഷത്രവും ഒക്കെ വൃഥാവിലായി പോകും. പറയുന്നത് ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ കയറിയപ്പോൾ നക്ഷത്രം മറഞ്ഞുപോയി. നമ്മൾ ചില കൊട്ടാരങ്ങളിൽ അഭയം കണ്ടെത്തുകയാണ്. നമുക്ക് സുഖം അതാണ്, അവിടെ ഇരുന്നാൽ മതിയല്ലോ, വർത്താനമൊക്കെ പറഞ്ഞ് വീഞ്ഞും കുടിച്ച് ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കാം. അപ്പോൾ ദൈവാന്വേഷണമാണ് ജ്ഞാനികൾ ചെയ്തത്. നമ്മളും ദൈവാന്വേഷകരാകണം. നക്ഷത്രം വഴികാട്ടും. 3, ഈ യാത്രയിൽ എപ്പോഴും ഒരു പ്രലോഭനത്തിൻ്റെ, ഒരു തെറ്റായ റൂട്ട് വേരിയേഷൻ്റെ എല്ലാ സാധ്യതകളുമുണ്ട്. അവർക്ക് പോലും പറ്റിപ്പോയി. ഹെറോദോസിൻ്റെ കൊട്ടാരത്ത് കണ്ണ് മഞ്ഞളിച്ച് അതിനകത്ത് ആയിപ്പോയി. പക്ഷെ അവരുടെ മെച്ചം
തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അടുത്ത കാര്യം, നമുക്കുള്ള പാഠം. എത്ര നാളെടുത്തെന്ന് പറയാമോ ഇവർ വന്നപ്പോൾ? ഇവരുടെ ഈ യാത്ര എത്ര നാളെടുത്തു? വീട്ടകത്തിരിക്കുന്നവർ നിങ്ങളുടെ വീടിനകത്തൊരു ക്വിസ് പ്രോഗ്രാം നടത്തിക്കും. ആരെങ്കിലും ഉത്തരം പറയുമെന്ന് നോക്കട്ടെ. എത്ര നാളെടുത്ത് കാണും ഈ ജ്ഞാനികളുടെ യാത്ര? നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ജ്ഞാനികൾ വന്നു കയറിയത് പുൽക്കൂട്ടിലേക്കല്ല. ഞാൻ ബോധപൂർവം ഈ ടോക്കിൻ്റെ ആരംഭത്തിൽ പറഞ്ഞായിരുന്നു, ഭവനത്തിൽ ഈശോയെ കണ്ടു എന്ന്. അങ്ങനെയാണ് സുവിശേഷത്തിൽ കിടക്കുന്നത്. ഈശോയെ അവർ കണ്ടത് പുൽക്കൂട്ടിലല്ല. നമ്മൾ ഈ പുൽക്കൂടൊക്കെ ഒരുക്കുമ്പോൾ ഒരു സൈഡിൽ ഇടയന്മാർ, ഇപ്പുറ സൈഡിൽ രാജാക്കന്മാർ. നോ, അങ്ങനെയല്ല സംഭവിച്ചത്. പുൽക്കൂട്ടിലേക്ക് അവരെത്തിയിട്ടില്ല എന്ന് പറയാൻ രണ്ട് കാരണങ്ങൾ. ഒന്നാമത് ടെക്സ്റ്റുവൽ എവിഡൻസ് ഉണ്ട്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നു അവർ ഭവനത്തിൽ കയറി ഈശോയെ ആരാധിച്ചു. ഒരു വീട് ആയി അപ്പോൾ അവർക്ക്, പുൽക്കൂട്ടിലല്ല. രണ്ടാമത്തെ സൂചന, അവർ പുൽക്കൂട്ടിലേക്കല്ല വന്നതെന്ന്. രണ്ടാമത്തെ സൂചന എന്താ? അവരിൽ നിന്ന് കണക്കാക്കിയ സമയമനുസരിച്ച് ഹെറോദോസ് കൽപ്പന പുറപ്പെടുവിച്ചു. എന്ത്? 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നേക്കാൻ. കഴിഞ്ഞ ആഴ്ച പിറന്ന കൊച്ചിനെ, ഇന്നലെ രാത്രി പിറന്ന കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തിനാ 2 വയസ്സ് താഴെയുള്ളതിനെ കൊന്നത്? അപ്പോൾ 2 വർഷത്തിനടുത്തെടുത്തു ഇവരുടെ യാത്ര. 2 വർഷത്തിന് അടുത്ത് മുമ്പ് കണ്ടതാണ് അവർ ആ നക്ഷത്രം. അന്ന് തുടങ്ങിയ യാത്രയാണ്. അതുകൊണ്ടാണ് ആ കണക്കിൽ നിന്ന് ഹെറോദോസ് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത് 2 വയസ്സിൽ താഴെയുള്ള പിള്ളേരെല്ലാം കൊന്നേക്കാൻ. എന്താ ഇതിൽ നിന്നുള്ള പാഠം? നമുക്കുള്ള പാഠം, ഇന്ന് നീ ദൈവാന്വേഷണം ആരംഭിച്ചു, നാളെ ദൈവത്തെ കാണാമെന്ന് വിചാരിക്കരുത്. ഇന്ന് ഞാൻ വിശ്വാസ വഴിയിലേക്ക് കയറി ചുവടെടുത്ത് വെച്ചു, നാളെ തന്നെ എനിക്ക് തീക്ഷ്ണമായ ദൈവാനുഭവം ഉണ്ടാകുമെന്ന് വിചാരിച്ചേക്കരുത്. ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷെ അത് വിചാരിച്ചേക്കരുത്. ഇറ്റ്സ് നോട്ട് ഈസി. അവിടെ നമുക്കുള്ള വാക്കാണ് പെർസിവറൻസ്. നിലനിൽപ്പ്. നമുക്ക് പലരും വീണു പോകുന്നത് ഈ വാക്കിലാണ്. ഇതാണ് നമുക്കില്ലാതെ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ എത്ര തവണ നന്നായവരാ, എത്ര തവണ മാനസാന്തരപ്പെട്ടവരാ, എത്ര തവണ നല്ല തീരുമാനങ്ങൾ എടുത്തവരാ, എത്ര തവണ വിശുദ്ധ ജീവിതം ആരംഭിച്ചതാ. പക്ഷെ എന്ത് പറ്റി? പെർസിവറൻസ് ഇല്ലാതായി പോയി, നിലനിൽപ്പില്ലാതായി പോയി. ചിലർ പറയുക, കുടി നിർത്തി, മദ്യപാനം നിർത്തി. എത്രാമത്തെ പ്രാവശ്യമാണ്? ഇപ്പൊ തന്നെ 10ാമത്തെ പ്രാവശ്യമാണ് നിർത്തുന്നത്. നിർത്തി പിന്നെ തുടങ്ങും, നിർത്തും. എന്താ ഇതില്ലെന്ന്, നിലനിൽപ്പിന്റെ വരവില്ല, പെർസിവറൻസ് ഇല്ല. ഇവർ നമുക്ക് മാതൃകയാകുന്ന അങ്ങനെ ഈ ജ്ഞാനികള് 2 വർഷമായിട്ട്. നമ്മളായിരുന്നെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് ഇത് ചുമ്മാ തട്ടിപ്പ് നക്ഷത്രം, വേറെ എങ്ങാണ്ട് ഉദിച്ചതാ, ഒരു കാര്യമുള്ള കാര്യമൊന്നുമില്ല, ഇതിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. നമ്മളും അങ്ങനെയല്ലേ? ഒരു നക്ഷത്രത്തിന്റെ പുറകെ നടക്കുന്നു, നമുക്ക് വലിയ മെച്ചം കിട്ടുന്നില്ല, ഇത് തട്ടിപ്പാണെന്നാണ് തോന്നുന്നത്, ഇതിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഇവരൊരിക്കലും ഈശോയെ കാണില്ലായിരുന്നു. പക്ഷേ അവർ ഉറച്ചു നിന്നു, നിലനിന്നു, പെർസിവർ ചെയ്തു. അങ്ങനെ അവരെത്തി. 2 വർഷത്തോളം അടുത്തൊരു യാത്രയുടെ പൂർത്തീകരണമാണ് മിശിഹ ദർശനം അവർക്ക് സംഭവിച്ചത്. അതുകൊണ്ട് നിലനിൽപ്പിന്റെ വരത്തിനായി പ്രാർത്ഥിക്കണം. ഇനി ആ കണ്ടുമുട്ടൽ, ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ, നിങ്ങളിതേ ഡിസംബർ 25-ന് മിശിഹ തമ്പുരാന്റെ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ ഈശോയെ കാണുന്ന അനുഭവം കിട്ടുമ്പോൾ ഒട്ടൻ റെസ്പോൺസ് എന്താണ്? ഈശോയെ കണ്ടപാടെ ഇവരുടെ റെസ്പോൺസ്, ഇവര് താണു വണങ്ങാണ്. ആരാധന, ദൈവം ആരാധനയ്ക്ക് അർഹനാണ്. അതുകൊണ്ട് നമ്മളിലും ഈ ആരാധനാഭാവം, ദൈവാരാധനയുടെ ഭാവം എപ്പോഴും ഉണ്ടാകണം. അത് ഈ ജ്ഞാനികളിൽ നിന്ന് പഠിക്കുന്ന അടുത്ത പാഠമാണ്. ഒടുവിലത്തതിന്റെ തൊട്ട് മുമ്പെടുത്തത്, ഇവർക്ക് സ്വപ്നത്തിൽ ദർശനം കിട്ടുകയാണ്. അങ്ങനെ ഒരു ദർശനം പ്രാർത്ഥിക്കണേ. ഇത് ഭയങ്കര ഗിഫ്റ്റാണ്. ഈ അടുത്തത് പറയാൻ പോകുന്ന കാര്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ വേണ്ട സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ കിട്ടാവുന്നൊരു വലിയ ഗിഫ്റ്റാണിത്. എന്താണ്? അവർ ഈശോയെ കണ്ടിട്ട് അന്ന് അവിടെ മയങ്ങിയപ്പോൾ അവർക്ക് ദർശനം കിട്ടുകയാണ്, ഹെറോദോസിന്റെ അടുത്തേക്ക് പോകരുത്, അവൻ കള്ളനാണ്. ഹെറോദോസ് നല്ല പിള്ള ചമയാവുന്നതിന്റെ പരമാവധി ഇവരുടെ മുമ്പിൽ നടിച്ചായിരുന്നു. എല്ലാ ആക്ടിങ്ങും നടത്തിയായിരുന്നു. അവസാനം പറഞ്ഞു വിട്ടു, നിങ്ങൾ ചെന്നിട്ട് ഓടി വന്നവരോട് പറയണം, എനിക്കും പോയി ആരാധിക്കാനുള്ളതാ. അതായത് അവനെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ പങ്കപ്പാടുകളും, എല്ലാ നാട്യഭാവങ്ങളും അവൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. പക്ഷേ ഇവർ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി, ഈ ജ്ഞാനികൾ, മിശിഹായെ കണ്ട ജ്ഞാനികൾ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി, കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി സ്വർഗം ദർശനം കൊടുക്കുകയാണ്. ഹെറോദോസ് കള്ളനാണ്. ഈ ഗിഫ്റ്റ് നമുക്കിന്ന് വേണം. ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കാരണം ഉണ്ടല്ലോ, നമ്മൾ ജീവിക്കുന്ന ലോകം കാപട്യത്തിൻ്റെ ലോകമാണ്. ഇത് പറയുന്നത് സങ്കടമുണ്ട്. കാപട്യത്തിൻ്റെ ലോകത്താണ് ജീവിക്കുന്നത്. ചിരിച്ചു കാണിക്കുന്നവരെല്ലാം ഉള്ളിൽ ചിരിക്കുന്നില്ല. നല്ലത് പറയുന്നവരെല്ലാം ഉള്ളിൽ നല്ലതല്ല പറയുന്നത്. കൂടെ നിൽക്കാമെന്ന് വാക്ക് കൊടുക്കുന്നവർക്ക് ഒറ്റാനുള്ള വെമ്പലുണ്ട്.
എങ്ങനെ അറിയും? ബലഹീനരായി നമുക്കാരെയും മനസ്സിലാകുന്നില്ല. ആരാണ് നല്ലത്, ആരാണ് കെട്ടത്? പല അമളികളും പറ്റിക്കഴിയുമ്പോഴാണ്, പല തകർച്ചകളും ഉണ്ടായിക്കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ദൈവമേ അവരങ്ങനെ ആയിരുന്നോ, ഇവരിങ്ങനെ ആയിരുന്നോ എന്നുള്ളത്. ഇവർക്ക് കിട്ടിയ ഗിഫ്റ്റില്ലേ, കർത്താവേ ഞങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞങ്ങളെങ്ങനെ ഉള്ളു കാണുന്നത്? ഞങ്ങൾക്ക് കാണുന്നതല്ലേ, അവർ കാട്ടുന്നതല്ലേ കാണാനും വിശ്വസിക്കാനും പറ്റൂ. അതുകൊണ്ട് വിവേചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ആരാണ് ശരി, ആരാണ് തെറ്റെന്ന് തിരിച്ചറിയാനുള്ള വിവേചനത്തിൻ്റെ, വിവേകത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ അത്യാവശ്യം. കാലം അങ്ങനത്തെ ആയതുകൊണ്ടാണ്. കാപട്യം അരങ്ങുവാഴുന്നൊരു കാലത്ത് വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ശരിതെറ്റുകളെ വേർതിരിച്ചറിയാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ഒടുവിൽ അവസാനം ഇവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട, നമുക്ക് ഏറ്റവും മിസ്സായി പോകുന്ന അടുത്തൊരു കാര്യം, ഈശോയെ കണ്ടു, ദർശനം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവസാനത്തെ വാക്യം, ഇവർ മറ്റൊരു വഴിയെ തിരികെ പോയി എന്നാണ്. ഇവർ മറ്റൊരു വഴിയെ തിരികെ പോയി. നമ്മളും ജ്ഞാനികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? നമ്മളും കുറേയൊക്കെ ദൈവാന്വേഷകരാണ്. നമുക്കും ഒരു നക്ഷത്രം വഴി കാട്ടുന്നൊക്കെ ഉണ്ട്, നമുക്കും ഇല്ലേ? അതുകൊണ്ടല്ലേ ഇവിടം വരെയൊക്കെ എത്തി നിൽക്കുന്നത്. ആരെങ്കിലുമൊക്കെ വഴി കാട്ടിയിട്ടുണ്ട് നമ്മളെ. നമുക്കും ഇടയ്ക്കൊക്കെ ഇടറിപ്പോയിട്ടുണ്ട്. ഹെറോദോസിന്റെ കൊട്ടാരം ചെന്ന് കയറി കൊടുത്തതുപോലെ നമ്മളും ദൈവാരാധന നടത്തിയിട്ടുണ്ട്, നമ്മളും മിശിഹാ ദർശനം കിട്ടിയിട്ടുണ്ട്. എന്താ വ്യത്യാസം? നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന വഴിയെ തിരികെ പോകും. എന്താ ഈ വന്ന വഴിയെ തിരികെ പോകുന്നത്? നമ്മൾ ഏത് പാപത്തിൽ നിന്നാണോ വന്നത് അതേ പാപത്തിലേക്ക് തിരികെ പോകും. നമ്മൾ മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ കാര്യങ്ങൾ ഈശോയെ കണ്ടു കഴിഞ്ഞും നമ്മൾ ചെയ്യും. നമ്മൾ ആരോടൊക്കെയാണോ കൂട്ടുകൂടിയിരുന്നത്, ഏത് കെട്ട കൂട്ടുകെട്ടിലാണോ പെട്ടുകടന്നിരുന്നത് അതേ കൂട്ടുകെട്ടിലേക്ക് നമ്മൾ ഇത് കഴിഞ്ഞിട്ടും പോകും. എന്തൊക്കെ ദുശീലങ്ങൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നോ അത് മിശിഹാ ദർശനത്തിന് ശേഷവും അതുപോലെ തുടരുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? മിശിഹാ ദർശനം, ആ കാഴ്ച ഉള്ളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ പിന്നെ വന്ന വഴിയെ പോകില്ല. നീ ചെയ്ത പാപങ്ങൾ ഇനി നീ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നോക്കിക്കോണം, ഡിസംബർ 25 വരെ പാടുപെട്ട് നോമ്പെടുത്തവരൊക്കെ ഉണ്ട്, ഇത് കേൾക്കുന്നുണ്ട്. 1-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ ഇറച്ചിയും മീനും മുട്ടയും പാലും ഒന്നും അല്ല, അല്ലാതെ വേറെ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയാം, ചില പാപങ്ങൾ വേണ്ടെന്ന് വെച്ചു, ചില ദുശീലങ്ങൾ, ചില അടിമത്തങ്ങൾ വേണ്ടെന്ന് വെച്ചു. പാടുപെട്ട് ബലം പിടിച്ചിരിക്കുക. എന്തിനറിയാവോ? ഈ പാതിര കുർബാന കഴിഞ്ഞിട്ട് വേണം അതെല്ലാം തിരിച്ചു പോയി എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഊരി വെച്ചതൊക്കെ തിരിച്ചു പോയി എടുക്കുക. 25-ാം തീയതി പാതിര കുർബാന. എന്താ സംഭവിച്ചത്? വന്ന വഴിയെക്കാട്ടിലും കെട്ട വഴിയിലൂടെയാണ് തിരിച്ചു പോകുന്നത്. അവര് വന്ന വഴിയിൽ ഹെറോദോസ് ഇരിപ്പുണ്ട്. പാപത്തിന്റെ ചതിയുടെ ഹെറോദോസ് വന്ന വഴിയിലുണ്ട്. അതുകൊണ്ട് ഇനി ആ വഴിയെ തിരികെ പോകില്ല, പുതിയ വഴിയെ പോകണം. നമുക്ക് ഈ വന്ന വഴി മതി, ഹെറോദോസിന്റെ പാപത്തിന്റെ ചതിയുടെ വഴി മതി. നമ്മൾ വല്ലപ്പോഴും ഒരിക്കലൊന്നും നന്നാകും, പക്ഷെ നമുക്ക് അപ്പോഴും നമ്മുടെ പ്രതീക്ഷ എന്താ? 25-ാം തീയതി കഴിയുമ്പോൾ ഇതൊക്കെ ആകാമല്ലോ പ്രതീക്ഷയില്ല. 25 ദിവസം നമ്മൾ നോമ്പെടുത്തു. അപ്പോഴാണ് നമ്മളും ഒക്കെ ഈ കാപട്യത്തിന്റെ ആൾക്കാരായിട്ട് മാറുന്നത്. എന്നാ നീ കർത്താവിനെ കണ്ടതിൻ്റെ ആ ലഹരിയിൽ മറ്റൊരു ലഹരിയും വേണ്ടാതെ കർത്താവിനെ കണ്ടതിൻ്റെ ലഹരിയിൽ ഒരു പുത്തൻ വഴിവെട്ടി നടക്കാൻ തുടങ്ങുന്നത് എന്നാണ്? ദിവ്യകാരുണ്യ ആരാധനയെ പ്രാർത്ഥിക്കേണ്ടത്. ഈശോയെ എത്ര വട്ടം ഞങ്ങൾ ആരാധിച്ചു, ഈശോയെ എത്ര വട്ടം ഞങ്ങൾ ദിവ്യകാരുണ്യ തിരുമുഖം കണ്ടു, എന്നിട്ടും എന്താ ഞങ്ങൾക്കൊരു പുതിയ വഴി വെട്ടാൻ കഴിയാതെ പോകുന്നത്? ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ചില പാപങ്ങളോടൊക്കെ ഇഷ്ടമാണ്, പ്രിയമാണ്, അതൊക്കെ ചെയ്തങ്ങനെ ജീവിച്ചു പോയാൽ മതി. കർത്താവേ, പാപ വഴികളെ ഉപേക്ഷിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് തരണേന്ന് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ആഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത് അതിനുള്ള ആർജവത്വം തരണമെന്ന് പ്രാർത്ഥിക്കണം. 4 ദിവസങ്ങൾ നീണ്ടുനിന്ന ക്രിസ്മസ് ഒരുക്ക ധ്യാനം ഗ്ലോറിയ ഇന്ന് സമാപിക്കുമ്പോൾ, ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടെ നമുക്ക് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട കാര്യങ്ങൾ ഓരോരുത്തരിലൂടെയും നമ്മൾ ധ്യാനിച്ചത്, സ്നാപക യോഹന്നാനിൽ നിന്ന് പഠിച്ചത്, യൗസപിതാവിൽ നിന്ന് പഠിച്ചത്, മറിയത്തിൽ നിന്ന് പഠിച്ചത്, ഇന്നിതാ ഒടുവിലായിട്ട് കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ അവരുടെ ആ യാത്രയുടെ ഓരോ ഘട്ടത്തിൽ നിന്ന് നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ, അതൊക്കെ പ്രാർത്ഥനയായി തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ തിരുപ്പിറവിക്കായി നമ്മുടെ ഇടവക ദേവാലയത്തിൽ പാതിരാ കുർബാനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ, കർത്താവേ, ആ ദൈവാനുഭവത്തിൻ്റെ നിറവ് ഞങ്ങൾക്ക് സമ്മാനിക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടെ ലോകം മുഴുവനെ സമർപ്പിച്ച്, സഭയുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ആരാധനയ്ക്കായി മുട്ടുകുത്താം. ആമേൻ.
മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈശോയെ, എൻ്റെ മേൽ കൃപ ധാരാളമായി ചൊരിയുന്നവനെ, നിനക്ക് ആരാധന. ഈശോയെ, ഞാൻ തിരിച്ചറിയുന്നുണ്ട് എല്ലാം കൃപയാണ്. എനിക്കുള്ളതൊക്കെ നിന്റെ കരുണയും കൃപയും എൻ്റെ മേൽ ചൊരിയപ്പെട്ടതാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഈശോയെ കർത്താവേ, എന്നെ കരുണയോടെ ചേർത്ത് പിടിച്ച് എന്മേൽ കൃപ ചൊരിയുന്നവനെ, നിനക്ക് ആരാധന. ഈശോയെ, കുറവുകളേറെ ഉള്ളവളായിരുന്നിട്ടും കരുണയോടെ നീ നോക്കുന്നതിന്, നിന്റെ കൃപയുടെ പാത്രമാകാൻ എന്നെ തിരഞ്ഞെടുത്തതിന് ഈശോയെ നിനക്ക് നന്ദി. ദൈവജനമേ, ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ ഈ സമാപന ദിവസം തിരുസന്നിധിയിൽ വലിയ സമർപ്പണത്തോടെ നമുക്ക് നിൽക്കാം. ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്. ഒരു ജനം പ്രതീക്ഷയോടെ രക്ഷകനെ കാത്തിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് അതിന് തക്കവിധം ഒരു മനസ്സൊരുക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. നമ്മുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ആഗ്രഹിക്കുന്നുണ്ട് രക്ഷ, എന്നാൽ ആ രക്ഷ ആഗ്രഹിക്കുന്നതിന് യോജിക്കുന്ന വിധത്തിലുള്ളൊരു ഒരുക്കം നമ്മുടെ ഭാഗത്ത് നിന്ന്, ഒരു സമർപ്പണം, ഒരു ശുചിയാക്കൽ, ഒരു മാനസാന്തരം നമ്മുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടാകാറില്ല. അപ്പോഴും കരുണയോടെ കൃപ ചൊരിയുന്ന എൻ്റെ കർത്താവേ, നിനക്ക് ആരാധന. ദൈവജനമേ, ഈശോയുടെ തിരുമുഖത്തെ നോക്കി അവൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാം. കർത്താവേ, എന്ത് കണ്ട് നീ എന്നെ ഇത്ര സ്നേഹിക്കാനെന്ന് ചോദിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഈശോയെ, എനിക്ക് നല്ല നിശ്ചയമുണ്ട്. എൻ്റെ കുറവുകളോടുകൂടെ എന്നെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ നീ മാത്രമേ ഉള്ളൂ. കർത്താവേ, എൻ്റെ കുറവുകളോടുകൂടെ എന്നെ സ്നേഹിക്കാൻ. എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ എൻ്റെ ബെസ്റ്റ് മതി. എൻ്റെ നല്ല സ്വഭാവത്തിൽ, എൻ്റെ നല്ല മൂഡിൽ, എൻ്റെ സന്തോഷത്തിൻ്റെ നേരത്ത്, ഞാൻ ഏറ്റവും മികച്ചതായിരിക്കുന്ന നേരത്ത്
എന്നെ സ്നേഹിക്കാൻ ഒത്തിരി പേരുണ്ടാകും. പക്ഷെ എൻ്റെ വീഴ്ചകളോടുകൂടെ, എൻ്റെ ഇടർച്ചകളോടുകൂടെ, എൻ്റെ കുറവുകളോടുകൂടെ എന്നെ സ്നേഹിക്കാൻ എൻ്റെ അപ്പ, എനിക്ക് നീയല്ലാതെ മറ്റാരാണുള്ളത്? ഒറ്റയ്ക്കായി പോയ നേരങ്ങളിൽ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ് എൻ്റെ കർത്താവേ, എനിക്ക് നീയേ ഉള്ളൂവെന്ന്. തകർക്കപ്പെട്ട നേരങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞ സത്യമാണ് എൻ്റെ കർത്താവേ, എനിക്ക് നീയേ ഉള്ളൂവെന്ന്. പരാജയപ്പെട്ട് തോറ്റമ്പി ഇരുന്ന നേരത്ത് തിരിച്ചറിഞ്ഞ എനിക്ക് ലഭിച്ച തിരിച്ചറിവാണ് കർത്താവേ, നീയാണ് എൻ്റെ വീഴ്ചകളിലും എന്നെ കൈവിടാത്തവൻ, എൻ്റെ ഇടർച്ചകളിലും എന്നെ വിട്ടുകളയാത്തവൻ, എന്നെ ചേർത്ത് പിടിക്കുന്നവൻ എൻ്റെ കർത്താവേ. എന്നിട്ടും തിരിച്ച് നന്ദിയോടെ ജീവിക്കാൻ കഴിയാത്ത വിധം ബലഹീനനാണ് ഞാൻ. നിരവധി തവണ എൻ്റെ ദൈവമേ, ലോകം എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും, എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ കൈവിട്ട് കളഞ്ഞപ്പോഴും, കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവരൊക്കെ നാലുപാടും ചിതറിത്തെറിച്ചോടിപ്പോയപ്പോഴും നീ മാത്രമേ കൂട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സങ്കടകാലത്തിന് ശേഷം നീ അനുഗ്രഹിച്ചത് കൊണ്ട്, നീ കൃപയേകിയത് കൊണ്ട് മെല്ലെ മെച്ചപ്പാടിലേക്ക് ഞാൻ തിരിച്ചു വന്നപ്പോൾ, നഷ്ടപ്പെട്ടു പോയവരേക്ക് എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ വിസ്മരിച്ചതൊക്കെയും നിന്നെയാണ് കർത്താവേ. അത്രമേൽ നന്ദി കെട്ടവനായി ഞാൻ മാറിപ്പോയ നേരങ്ങൾ നിരവധിയുണ്ട് എൻ്റെ ജീവിതത്തിൽ ഈശോയെ. എന്നിട്ടും നീ എന്നെ സ്നേഹിക്കുന്നു, എന്നിട്ടും വീണ്ടും നീ എന്നെ ചേർത്ത് പിടിക്കുന്നു, എന്നിട്ടും വീണ്ടും എൻ്റെ മേൽ നീ കൃപ ചൊരിയുന്നു. ദൈവജനമേ, ഈശോയുടെ സ്നേഹത്തെ ധ്യാനിക്കണേ. ഈശോ നമ്മുടെ മേൽ ചൊരിയുന്ന സ്നേഹത്തെ ധ്യാനിച്ച് കണ്ണു നിറയണേ. മറ്റാരുണ്ട് ഇങ്ങനെ സ്നേഹിക്കാൻ? മറ്റാരുണ്ട് ഇങ്ങനെ സാന്നിധ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കാൻ? ഈശോയെ, എൻ്റെ മേൽ നീ ചൊരിയുന്ന വലിയ സ്നേഹത്തെ ഓർത്ത്, എൻ്റെ മേൽ ചൊരിയുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത്, നിന്റെ കൃപയാൽ എന്നെ പൊതിഞ്ഞു പിടിക്കുന്നതിനെ ഓർത്ത് എൻ്റെ കർത്താവേ, നിനക്ക് നന്ദി. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ? യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ? യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. പാപിയായിരുന്നൊരു കാലത്തും, ആ ഭക്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും, ആ ഭക്തനായൊരു നാളിലും, ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ? ആത്മവിന്ദാനത്തെ നൽകി നീ
രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ തന്മകനാക്കി നീ വൻക്ഷമയേകി നീ സ്വാതന്ത്ര്യം ഏകിയതാ തന്മകനാക്കി നീ വൻക്ഷമയേകി നീ സ്വാതന്ത്ര്യം ഏകിയതാ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാൽ യേശുവേ. ദിവ്യകാരുണ്യത്തിനു മുമ്പാകെ മുട്ടിന്മേൽ നിന്ന് ഈ ഒരുക്ക ധ്യാനത്തിൻ്റെ സമാപനത്തിലേക്ക്, ദിവ്യകാരുണ്യ ആരാധനയുടെ സമാപനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഒടുവിലായി തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ നിനക്ക് നന്ദി. എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്രിസ്മസ് ഒരുക്ക ശുശ്രൂഷയിലൂടെ നീ എന്നെ സംസാരിച്ചതിനെ ഓർത്ത്, നിന്റെ തിരുസന്നിധിയിൽ ഇരിക്കുവാൻ എനിക്ക് അവസരം നൽകിയതിനെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. ഇന്ന് നിന്റെ സന്നിധിയിലേക്ക് തിരുക്കുടുംബത്തെ തേടി വന്ന, ലോകരാജാവായി പിറന്നവനെ തേടി വന്ന, കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളെ ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. ഈശോയെ, അവരുടെ ദൈവാന്വേഷണം ഞങ്ങൾക്ക് മാതൃകയാണെന്ന് ഞങ്ങൾ അറിയുകയായിരുന്നു. അവരുടെ വഴിയിൽ വഴികാട്ടാനായി നീ നൽകിയ നക്ഷത്രത്തെ ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. ഈശോയെ, ഞങ്ങളുടെ വഴികളിൽ വഴികാട്ടാനായി നീ ഒരുക്കി വച്ചിരിക്കുന്ന നക്ഷത്രങ്ങളെ ഓർത്ത്, അത്തരം നക്ഷത്രാനുഭവങ്ങളെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. ചെറുപ്പം തൊട്ടിന്നോളം എൻ്റെ വഴികളിൽ നീ എനിക്കായി വഴിവിളക്കുകൾ ഒരുക്കി വച്ചിരുന്നു കർത്താവേ. വഴിതെറ്റിപ്പോകാതിരിക്കാൻ, കാൽ തട്ടി വീഴാതിരിക്കുവാൻ നീ എനിക്കായി വഴിവിളക്കുകൾ ഒരുക്കി വച്ചിരുന്നു കർത്താവേ. നിനക്ക് നന്ദി. എൻ്റെ ഗുരുക്കന്മാർ, മാതാപിതാക്കൾ ഒക്കെ എനിക്കായി ഒരുക്കി വെച്ചിരുന്ന വഴിവിളക്കുകളായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. എന്തിന് കർത്താവേ, എൻ്റെ ചില സഹനങ്ങൾ പോലും, എൻ്റെ ജീവിതത്തിൽ നീ സമ്മാനിച്ച ചില സഹനങ്ങൾ പോലും എനിക്കായി നീ നൽകിയ നക്ഷത്രങ്ങളായിരുന്നു. നിന്റെ സന്നിധിയിലേക്ക് വഴികാട്ടിയ നക്ഷത്രങ്ങളായിരുന്നു. അത്തരം ചില സഹന നക്ഷത്രങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ വഴിതെറ്റിപ്പോകുമായിരുന്നു കർത്താവേ. ചില സഹന നക്ഷത്രങ്ങൾ, ചില ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കർത്താവേ ഇന്നും ഞാൻ നിന്റെ ചാരത്തൊക്കെ നിൽക്കുന്നത്. കർത്താവേ നന്ദി. ഈശോയെ, നിന്നിലേക്ക് അടുപ്പിക്കുന്ന, നിന്റെ സവിധത്തിലേക്ക് എന്നെ ചേർത്ത് നിർത്തുന്ന എല്ലാ അനുഭവങ്ങളെയും ഓർത്ത്, എല്ലാ വ്യക്തികളെയും ഓർത്ത് കർത്താവേ നന്ദി പറഞ്ഞ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, ക്രിസ്മസ് നീ നിന്റെ സ്വഭാവം വെളിപ്പെടുത്തിയതിൻ്റെ ഓർമ്മ പെരുന്നാളാണ്. ഈശോ എന്ന് അവന് പേരിടണമെന്ന് യൗസേപ്പിനോട്, നിന്റെ വളർത്തു പിതാവിനോട് ദൂതൻ കൽപ്പിച്ചപ്പോഴും മറ്റൊരു പേര് വെളിപ്പെടുത്തിയിരുന്നു. എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഈശോ എന്നത് നിന്റെ പേരും എമ്മാനുവേൽ എന്നത് എൻ്റെ കർത്താവേ നിന്റെ സ്വഭാവവുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കൂടെയായിരിക്കുന്നവനെ, കൂടെയായിരിക്കാൻ ഇഷ്ടപ്പെടുന്നവനെ, എമ്മാനുവേലേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്റെ സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവജനമേ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന, തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ പോകുന്ന വലിയ അർത്ഥന ഇതാണ്. എൻ്റെ ഈശോയെ, ഞങ്ങളെ നിന്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക്, നിത്യതയുടെ അനുഭവത്തിലേക്ക് നയിച്ച എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. എൻ്റെ വഴികളിൽ നീ ഒരുക്കി വെച്ച എല്ലാ കുരിശുകളെയും ഓർത്ത്, എല്ലാ ഞെരുക്കങ്ങളെയും ഓർത്ത്, എല്ലാ തകർച്ചകളെയും ഓർത്ത് എൻ്റെ കർത്താവേ നിനക്ക് നന്ദി. ഈശോയെ, ഉയർച്ചയിലായാലും കുഴപ്പമില്ല, താഴ്ചയിലായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം മതി. എമ്മാനുവേൽ അനുഭവം മതി കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന ഈ ക്രിസ്മസിന്, തിരുപ്പിറവിക്ക് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവേ, എമ്മാനുവേൽ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിതമാകട്ടെ. കർത്താവേ, ആ വാഗ്ദാനം ഞങ്ങളിൽ പൂർത്തിയാകട്ടെ.
ദൈവം നമ്മോട് കൂടെ എന്ന അനുഭവം ഞങ്ങൾക്ക് സ്വന്തമാകട്ടെ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം മതി. ഈശോയെ, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം മതി. കണ്ണീരിലും ചിരിയിലും ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ ഞങ്ങൾക്കൊരൊറ്റ അർത്ഥനയുള്ളൂ കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം മതി. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മനുവേൽ എന്നവൻ വിളിക്കപ്പെടും. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, സഭയിലേക്ക് എമ്മനുവേലായി, കൂടെയുള്ള ദൈവമായി നീ ചേർന്ന് വരണമേ. കർത്താവേ, നിന്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് സമ്മാനിക്കണമേ. ഈശോയേ, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാൺമാൻ അതു നിമിത്തമായി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാൺമാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൻ മുള്ളുകളിൽ പനിനീർപ്പൂ പോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥ, നിൻ സാന്നിധ്യം ഭവനങ്ങളിലും നിൻ സാന്നിധ്യം മതി. നാഥ, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥ, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥ, നിൻ സാന്നിധ്യം മതി. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആയിരുന്നോനും ആയിരിക്കുന്നോനും
വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ.